ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വീഡിയോ കണ്ട് കാണുമല്ലോ. ഈ വീഡിയോയ്ക്ക് ബാങ്കിൽ ചെറിയൊരു സ്റ്റോറി ഉണ്ട്. എന്തായാലും ഈ വീഡിയോ നല്ല ലെങ്ത് വരും, അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി പറയുന്നില്ല. ഈ ഫിഷ് ഞാൻ വാങ്ങിക്കാൻ പോയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഞാൻ ഈ മീൻ വാങ്ങിച്ചപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് മീനെടുത്ത് നമുക്ക് ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി നമുക്ക് വറക്കാം. അപ്പം നോർമലി വറുത്ത് കഴിഞ്ഞാൽ അത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ത്രില്ല് വരത്തില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ട് നമുക്കൊരു പുതുമയുള്ളൊരു പേരിട്ടിട്ട് നമുക്ക് ഇന്ന ഫിഷ് ഫ്രൈ ആയതെന്നും പറഞ്ഞാൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അപ്പം എന്തോ പേരിടുന്ന എന്തോ. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ നിന്റെ വീട്ടുപേരെന്തോ, അല്ലെങ്കിൽ നിന്റെ വീട് നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ഇന്ന അവൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം പറഞ്ഞു. അപ്പോൾ അത് ഇച്ചിരി നല്ലതായിട്ട് എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞ് ഇറക്കത്തില്ല. നമുക്ക് അല്ലാതെ ഒരു ചെറിയ അപ്പം നിങ്ങളുടെ പ്രോപ്പറായിട്ട് നിങ്ങൾ നിൽക്കുന്ന വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പേര് കാണുക. അങ്ങനെ അവൻ പറഞ്ഞു തന്ന പേരാണ് പനമൂട്ടിൽ മുക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലപ്പേര്. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നമുക്ക് പനമൂട്ടിൽ മുക്ക് ഫിഷ് ഫ്രൈ എന്ന് ലേബലിൽ നമുക്കിത് ചെയ്യാം. ഇതിൻ്റെ റെസിപ്പിയൊക്കെ നിനക്കറിയാം എന്നുള്ള രീതി നമുക്ക് ചെയ്യാം. നമ്മൾ ഇത് 1-2 വട്ടം ഫുഡ് കഴിച്ചിട്ടുള്ള ഈ ഫിഷ് ഫ്രൈ നമ്മൾ കഴിച്ചിട്ടുള്ളതെന്നും പറയാം. അങ്ങനെ നമുക്കിത് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. ഇതിനകത്തൊന്ന് പെട്ടെന്ന് അഴിച്ച് ഇപ്പൊ ആ മീന് തിളങ്ങുന്നത് നോക്കടാ, പൊട്ട കണ്ടോ. ഇപ്പൊ അതിനകത്ത് കിട്ടിയിരിക്കുന്ന ആ ഒരു വൈബ് നോക്ക്. എടോ ആദ്യം മസാല നമ്മള് കുഴക്കുന്നത് വീഡിയോയിൽ കാണിക്കരുത്. മസാല ഇതിനകത്ത് ഇടുന്നത് കാണിച്ചിട്ട് അടുത്ത ടേക്കില് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെരട്ടി വെച്ചേക്കുന്നേ, മനസ്സിലായി? അത് ഞാൻ ഒരെണ്ണത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇടും. ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ അതാ സെറ്റ്. ആൾക്കാരുണ്ട് ശരിക്കുവേ. ഈ മീൻ മറക്കാൻ എത്ര സമയം? ഞങ്ങളുടെ പാചകക്കാരോടോ നിങ്ങൾ ഇങ്ങോട്ട് പോകാം. ഈ മുളക് പൊടിയും കൈ വെച്ചിട്ട് കുറെ നേരം ആയല്ലോ. എടാ നീ ഇട്ടിട്ട് അവസാനം എടുത്താ പോരെ അത്. ഇതെല്ലാം മിക്സ് ചെയ്യാനുള്ള സംഭവല്ലേ. മുളക് പൊടി ഒരു സ്ഥലത്ത് ഇടുക, മഞ്ഞപ്പൊടി ആ സംഭവങ്ങൾ ഇടുക, വേറെ പാത്രത്തിൽ ഇടുക. അടുത്ത വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് തട്ടുന്ന മുളക് പൊടി മല്ലിപ്പൊടി അത് ഈ വീഡിയോ മുളക് പൊടി മല്ലിപ്പൊടിയും തട്ടുന്ന ഞാൻ വീഡിയോ എടുക്കുന്നു. കണ്ടോ അവസാനം പൂച്ചെടുത്തോണ്ട് പോകുന്നത്. തരും നോക്കിയിരുന്നാ മതി. വെള്ളം കളയണ്ടടാ, അതിനെന്താ പിന്നെ ഇയാളെ മീനല്ലേ തിന്നുന്നത്. ഞാൻ ഇങ്ങനെ കുടഞ്ഞു പിടിയിട്ട് ഇട്ടിട്ടാ മതിയല്ലോ. നീ അതിഞ്ഞു കൊണ്ടുപോടാ. നീ അതിഞ്ഞോട്ട് അടിച്ചോ അടിയടാ. അത് കറക്റ്റായിട്ട് ഇടണേ. ഇടാലോ. മുളക് പൊടി, തൈര്, ഓക്കെ. അതാവട്ടെ. ഓ അല്ല ഇതെന്തോ പൊടിയത് ഉള്ളതാണോ അതോ കോംപ്ലാണോ? ഓ അങ്ങനെ സീനുണ്ട് കേട്ടോ. എന്തുവാ ഇത് ഇത്രയും മുളക് പൊടിയൊന്നും വേണ്ട. ഞാൻ ഇട്ടോളാം. നീ അളവുണ്ട് ഇതിന് കേട്ടോ. എനിക്കിതിന്റെ അളവൊന്നും അറിയത്തില്ല. എനിക്കിത് മറക്കാനും അറിയത്തില്ലടിയാ. ഞാൻ ഒരു വൈബിലങ്ങ് ഇടുക. ഫൈൻ അത് കൊള്ളാം. അടുത്ത് അല്ല വെളുത്തുള്ളി പേസ്റ്റ് വല്ലതും ഉണ്ടാക്കിയോ? വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ടേ? എടാ മഞ്ഞപ്പൊടിക്ക് ഇത്ര വേണോ? മഞ്ഞപ്പൊടിയോ ഇതൊക്കെ ഇനി വേണ്ടോ? വേണ്ടായോ? അതെന്തോ അത് മസാലക്കൂട്ട്. മസാലക്കൂട്ട് ഉലുവപ്പൊടിയാണ്. മസാല കൂട്ടോ? എനിക്ക് ഉലുവപ്പൊടിയാന്ന് തോന്നുന്നു. എനിക്കൊന്നും ഇതിന്റെ അത് ചോദിച്ചു എത്താറ് ചോദിച്ചു എന്തോന്ന് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഉലുവപ്പൊടിയാണ്. മസാല കൂട്ടാന്ന് മാറ്റി അത് മാറ്റി. കുരുമുളക് പൊടി ഇല്ലത്. നീ ഈ വിഷനിലല്ല എടുക്കേണ്ടത്. ക്യാമറ എടുക്കാൻ പോലും അറിയത്തില്ല. ഞാൻ ആ ഡയറക്ടർ എനിക്കറിയാം. നിനക്ക് ഗോയം അറിയാം. നീ ഇതിപ്പോ എന്തോ എന്നെ എന്തോ ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. ഉപ്പിട്ടത് എടുത്തില്ല കേട്ടോ. എന്റെ കാശ് പോയി. ഉപ്പ്
ഇച്ചിരി എക്സോട്ടിക് ആയിട്ട് ഞാൻ പറഞ്ഞാണ് ഒരു പാത്രത്തിൽ മസാല നോക്കുമ്പോ ഇത് എന്ത് വാഴ കാണുന്ന ഇത് ഇച്ചിരി എണ്ണയും കൂടെ ചെയ്യണം. പാളിയിട്ടുണ്ട് കേട്ടോ. എന്താ മസാല ഇതോ ബോട എടുക്കാന്നോ മസാല കുറവാണ്. ഇങ്ങനെയാണോ മീൻ പുരട്ടി വെക്കുന്നത്? അല്ലെങ്കിൽ ഇതാക്കിയാ മതി, ലൂസ് ആക്കിയാ മതി. എടാ ഇത് പെരട്ടാ, ഞാൻ ഇപ്പൊ വരെ പോയിട്ട് വരാം. ഇത് വേറെ സാധനമാണ്, നിങ്ങൾക്ക് അറിയാവോ? നമ്മള് മീൻ മറക്കുമല്ല. ഇതിന്റെ പേരെന്ത് വരുന്നടാ? പനമുട്ട് വെക്കയില്ല. ഇതെടുത്ത് വറുത്താ മതി. ഇനി അതിനെന്തോ ചെയ്യും? ഒന്നുമില്ല, കുറച്ച് കഴിയുമ്പോ പച്ച മീൻ കഴിക്കണം. ഈ മീൻ കഴിച്ചിട്ട് നിങ്ങൾ ടേസ്റ്റ് എന്ന് എടാ, പറയാൻ അത് ആ വെച്ചതിന്റെ കൂടെ സ്റ്റാർ പോലെ ഒന്ന് വെച്ചേടാ. ഇത് വെച്ചോണ്ട് ഇങ്ങനെ അങ്ങ് ഫ്രൈ ചെയ്യുവാന്നോടാ? പ്ലേറ്റോടെ നോക്കുക, അല്ലെങ്കിൽ ഇതോടെ അങ്ങ് തിന്നാം. ഇതുപോലെ പൂച്ചക്കിട്ട് കൊടുക്കണം. എന്ത് കിലോ ആയിരിക്കും അതില്? എടാ, പാത്രം കറങ്ങുന്ന ഐറ്റം ഉണ്ട്, അത് വേണോ? പാത്രം നിന്ന് കറങ്ങുന്ന കറങ്ങുന്നത് മാത്രം എടുത്താൽ മതി. ഞാൻ പൊട്ട അതൊന്നും ഇടാണ്ട്. എന്നിട്ട് ഇതൊക്കെ ഇടയ്ക്ക് നീ ഇതിനകത്ത് അങ്ങ് ഇടണം. കണ്ടോ? ഇയാൾക്ക് വലുപ്പം അറിയത്തില്ല. ക്യാമറ ഇങ്ങനെ ഓൺ ആക്കി ഇങ്ങനെ വെച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇയാളെ ആദ്യം എണ്ണ എടുത്ത് ഒരു 2 ഇടണ്ടായിരുന്നു. ഇതിപ്പോ എത്ര പേര് തിന്നു? ഒരെണ്ണം ആരും തിന്നോ നോക്കട്ടെ, എന്നിട്ടില്ലേ ബാക്കി തിന്നത്. ഒരുപാട് ചെറിയ ടേസ്റ്റ് ഉണ്ട്. ഞാനും മസാല അപ്പൊ വയ്യപ്പെടുമല്ലോ. മറ്റേ നിറം കണ്ട് മസാല നിന്നെ ഏത് നമ്പറിൽ വിളിച്ചാൽ കിട്ടും. നീ ഇത് ടേസ്റ്റ് കൊണ്ടുവരാൻ പറ്റും. നീ എന്ത് ഉദ്ദേശിച്ചു? പനമൂട്ടി വെള്ളം പറ്റോ? വെള്ളം വയ്ക്കുന്നല്ലോ പൊടി. അപ്പുറം എല്ലാം നമുക്ക് വേണം. മണം കേൾക്കുമ്പോ അറിയാം മസാലയുടെ. ഇതിന്റെ പേരെന്താ? വെളിച്ചെണ്ണയുടെ മണം മാത്രമേ അതിനകത്തൊന്നും വരുന്നുള്ളൂ. എനിക്കൊന്നും കിട്ടി. ഈ ഉലുവ അലുവൻ തിരിച്ചറിയാത്ത നീ പറയണ്ട. എണ്ണ ഇച്ചിരി കോരി കോരി മുകളിലോട്ടൊക്കെ എണ്ണ ഇച്ചിരി കോരി കോരി മുകളിലോട്ട്. ആ ലൈറ്റ് വന്നപ്പോ അതിന്റെ ആ ഒരു കോൺസിക്വൻസ് നോക്കുക, ആ ഒരു ഇത് നോക്കണം. നീ മിണ്ടല്ലേ, നീ പോ. ഞാനതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ. എന്ത് വായിച്ചു? പനമുട്ട് വെക്കയില്ല. എന്ത് മലയാളം വാക്കാണത്? മലയാളം ഇതൊരു ഫ്രഞ്ച് നെയ്മ. പനമുട്ട് ഫ്രഞ്ച് നെയ്മോ? ഫ്രഞ്ചല്ല, സ്പാനിഷ്. പനമൂട്ടി മുക്ക്. അതിലേക്ക് എന്തോ ഇംഗ്ലീഷിൽ പറയാനേ? ഇതിലേക്ക് ഇത് ഈ പനമുട്ടി കയ്യില അടിയറാ. പനമൂട്ടി മുക്ക് അതിലേക്ക് യൂട്യൂബിൽ അങ്ങനെ കൊടുത്തേക്കുന്നത്. അതല്ലടാ, യൂട്യൂബിൽ അങ്ങനെ കൊടുത്തേക്കുന്നതെന്ന്. ഇതിനകത്ത് എന്തോ നീ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പനകുട്ടിയൊക്കെ ഇനിയുമ്പോഴാണ് പനമുട്ട് വെക്കല അതിലൂടെ ഗുണം വേണ്ടത്. നീ അപ്പൊ പുള്ളി പറഞ്ഞൊന്നും കേട്ടില്ലേ? അപ്പം ഞാൻ ആ കൂട്ട് ലാസ്റ്റത്തെ കൂട്ട് അങ്ങ് മറന്നു. ഇവിടെ ഇല്ല സാധനം. അത് സ്പെഷ്യൽ കൂട്ട്, അത് ഇവിടെ കാണത്തില്ല. ആ പുള്ളിക്കാരൻ പറഞ്ഞു തിരുവനന്തപുരം ഇപ്പൊ മോളി ഞങ്ങൾ തീർത്ത്. പനമൂട്ടി മുക്ക് അതോ പനോട്ടി മുക്കെന്നാണോ? പനമുട്ടി മുക്ക്. ഇല്ല, പനമൂട്ടി മുക്ക്. പനമൂട്ടി മുക്കോ? പനമൂട്ടി മുക്ക് ആയില്ല. ഇതാണോ? ഇതാണോ കൊതിപ്പിക്കുമായില്ല പൊരിച്ചത്? കഴിക്കുന്നതിന് മുമ്പേ ഇട്ട ക്യാപ്ഷൻ ആയിരിക്കും. എടാ എന്റെ ഈ തിരിച്ചു പോകുമ്പോ പറയണേ, തിരിച്ചിടാൻ പോണോ? നീ സെർച്ച് ചെയ്തായിരുന്നോ പനമൂട്ടി മുക്ക്? എടാ ഇതൊരു പുള്ളി പറഞ്ഞു തന്നെയാടാ. ഇത് ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇത്. ചാനലിന്റെ പേരെന്തോ?
ആണോ? എടാ ഇതൊരു പുള്ളിക്കാരൻ പറഞ്ഞു തന്നെ പുള്ളി ഞാനപ്പോ അത് ഈ ചാനലിനകത്ത് എന്റെ ചാനലിനകത്ത് ഇതിന്റെ വ്യത്യാസം എന്ത്? വ്യത്യാസം എന്ന് വെച്ചാൽ പുള്ളി വേറെ എന്തൊക്കെ കൂട്ട് പറഞ്ഞു, ഇവനെല്ലാം നിന്ന് മൂട്. വേറെ കൂട്ടുന്നത് ഇവിടെ കിട്ടത്തില്ല. തിരിച്ചിട്ടോ ഇപ്പം മോനെ പനമൂട്ടി മുക്കായില്ല പുതിയ ലുക്കുണ്ട്. ഞാൻ മീൻ മറന്ന് വെച്ച് കൊടുക്കാം. നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ വല്ല ഛർദിനൊക്കെ വെച്ചിട്ടുണ്ട് കൊച്ചുകാരൻ അങ്ങനല്ലേ ഫ്രൈ ആക്കണ്ടോ? ഇല്ലേ സുഖം കഴിക്കണോ? ഇങ്ങോട്ട് അടിക്കണ പേടാ മണ്ടത്തരം കാണിച്ചു. ഇവിടെ വന്ന് അല്ല ഈ സാധനം നമുക്ക് ഒരെണ്ണം തിന്നുന്ന രീതിയിൽ പൊരിക്കണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കി വിറ്റും 1.5 ലക്ഷം രൂപ നോക്കി വിറ്റെന്നാ പറഞ്ഞത്. നോക്കി വിറ്റെന്ന് വെച്ചാൽ ബാക്കി കൊടുത്ത് രാത്രി അല്ലാതെ അതിന്റെ കണ്ണ് തിളങ്ങണമെങ്കിൽ ഈ ലൈറ്റ് കൂടി ഇടാം. ഇത് കുക്കിംഗ് വീഡിയോയാ. നോക്കിക്കോ വൈബ് വരുന്നുണ്ടോ? എടുത്തോ വിജയിച്ച് പരാജയപ്പെട്ട നീ മൊത്തം തിന്നണം. ഇത് 5 എണ്ണം ഞാൻ തിന്നോളാം, ഒരു കുഴപ്പമില്ല. വേറെ ആരും തൊടല്ലേ, ആരും ഉറപ്പരാ. വിജയിച്ചു കഴിഞ്ഞാൽ ഞാനും തിന്നാം. വട്ടത്തിലെ സവാള അരിയാനെടുത്ത ഇരട്ട സവാള പുലിമൂട്ടിലല്ലടാ പനമൂട്ടി. പുലിമൂട്ടിലോ? തക്കാളിയും കൂടെ തരട്ടെ. തക്കാളി നിർത്തിനകത്ത് എല്ലാം അതിലെ പൊരിക്കുന്നതിന് ഇതില് വ്യത്യാസം എന്തുവാണ് ഞാൻ ചോദിച്ചത്. തക്കാളി ഇത് എടുക്കണമെങ്കിൽ ഇതിനകത്ത് വേറെ ടാസ്ക് ഉണ്ട്. ഇത് നമ്മളൊന്നും എടുക്കാൻ പറ്റില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതെടുത്ത് നേരത്തെ വെച്ചതിന്റെ കൂട്ട് അവിടെ കൊണ്ടുവെക്ക്. ഓക്കെ, നിങ്ങൾ മേക്കിംഗ് വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു. ഈ ഫിഷ് ഫ്രൈ നമുക്ക് കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ വിളിക്കാം. ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ട മുതലാണ് കേട്ടോ. ഓക്കെ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. സാധനം എണീപ്പിച്ചു